നട്ടുപിടിപ്പിച്ച് സംരക്ഷിച്ചു വരുന്ന ഈ തൈകൾ. ഇതിനു പുറമെ സ്കൂളുകളിൽ ബയോഗ്യാസ് പ്ലാന്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. മാലിന്യം സംസ്കരിക്കാൻ വേണ്ടി സ്കൂളിൽ സ്ഥാപിച്ച ബയോഗ്യാസ് പ്ലാന്റ് ആണ്. ഇതുപോലെ മറ്റൊരു സ്കൂളിലും ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി 2 സ്കൂളിലും കൂടെ ഇങ്ങനെ സ്ഥാപിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെസിഡൻഷ്യൽ കോളനികളിൽ കമ്മ്യൂണിറ്റി ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കാനും ഈ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. പരിസ്ഥിതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വേറെയുമുണ്ട് ഇവിടെ. ഹരിയാലി, നബാർഡ് എന്നിവയുടെ സഹായത്തോടെ പഞ്ചായത്തിലെ നീർത്തട വികസന പദ്ധതികളും കുളങ്ങളുടെ നവീകരണവും പഞ്ചായത്ത് നടത്തിവരുന്നു. ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ കുടിവെള്ളം പൂർണ്ണമായും വിതരണം ചെയ്യുവാനും പുതിയ ടാങ്കുകൾ നിർമ്മിക്കുക വഴി പഞ്ചായത്തിന് കഴിഞ്ഞു. ഈ പഞ്ചായത്തിലെ പാപ്പറമ്പ്, ചീക്കുഴി, എഞ്ചിനീയറിംഗ് കോളേജ് പ്രദേശങ്ങൾ വരൾച്ചയുടെ കെടുതികൾ അനുഭവിക്കുന്ന പ്രദേശങ്ങളായിരുന്നു. വേനൽക്കാലമായ കിണറുകൾ വറ്റി ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ഇവിടെ നിന്ന് സ്ഥലം മാറി പോകേണ്ടുന്ന ഗതികേട് വരെ വന്നിരുന്നു. കിണറുകളും ബോർവെല്ലുകളും നിർമ്മിക്കുന്നത് അതിനൊരു പരിഹാരമല്ല എന്ന് മനസ്സിലാക്കി മലമ്പുഴ ഡാമിനെ ആശ്രയിച്ച് 3 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ഈ ടാങ്ക് ഇവിടെ നിർമ്മിച്ചു. ഇതുപോലൊരു ടാങ്ക് പഞ്ചായത്ത് ഓഫീസിനടുത്ത് നിർമ്മിച്ചിട്ടുണ്ട്. അതോടെ ഇവിടെ നിന്ന് പൈപ്പ് ലൈൻ ഇട്ട് പഞ്ചായത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കുടിവെള്ളം എത്തിക്കാൻ ഈ പദ്ധതിയിലൂടെ കഴിയുന്നുണ്ട്. ശുചിത്വ ഗ്രാമം എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചത്. പഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും മാലിന്യം ശേഖരിച്ച് വളമാക്കി മാറ്റുകയാണ് ഇവിടെ. ആഗോളതാപനം മരമാണ് മറുപടി എന്ന മുദ്രാവാക്യവുമായി ഇല്ലാത്ത വഴികളിലൂടെയുള്ള ഇവരുടെ യാത്ര തുടരുകയാണ്. ഇവരുടെ വികസന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. തീർച്ചയായും ചർച്ചയ്ക്കുള്ള സമയമാണ്. കണ്ണൻ സർ, 1 ലക്ഷം തൈകൾ വിതരണം ചെയ്തു എന്ന് പറഞ്ഞു, റോഡുകളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലൊക്കെ ആയിട്ട്. ഇതൊക്കെ ബലവൃക്ഷങ്ങളാണോ അതോ വെറും പടുവൃക്ഷങ്ങളാണോ? എല്ലാ തരം വൃക്ഷങ്ങളുണ്ട്. മാവുണ്ട്, പ്ലാവുണ്ട്, നെല്ലിയുണ്ട്, മഹാഗണിയുണ്ട്, ഞാവലുണ്ട്, കൊയ്യാക്കായ, ഒരു 10-20 ഐറ്റം ഉണ്ട്. അല്ല, പ്രകൃതി സംരക്ഷണത്തിന്റെ ആൾ ഇവിടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് കൂടുതൽ അവർ ചോദിച്ചോളും. ഡിപ്പാർട്ട്മെന്റ് പലപ്പോഴും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഹരിത കേരളം പദ്ധതിയിലൂടെയാണ് ഞങ്ങൾക്ക് 55,000 വൃക്ഷത്തൈകൾ നൽകിയത്. പിന്നെ ഞങ്ങൾ സ്വന്തമായി നാടൻ മാവ്, ഇപ്പോൾ ശ്രീകൃഷ്ണപുരം വരെയുള്ള പ്രദേശത്ത് പോയി നാടൻ മാവിൻ്റെ വിത്ത് ശേഖരിച്ച് ഞങ്ങളുടെ തൊഴിൽസേന ഉപയോഗിച്ച് അവിടെ നഴ്സറി ഉണ്ടാക്കി ആ നഴ്സറി ഉപയോഗിച്ചുകൊണ്ട് നാടൻ മാവ് വെച്ച് പിടിപ്പിക്കാനുള്ള പ്രവർത്തനം. അത് കേൾക്കാൻ തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം പണ്ട് ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻ്റൊക്കെ അക്കേഷ്യയൊക്കെ നൽകി ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച വനവൽക്കരണ പരിപാടി പണ്ടുണ്ടായിരുന്നു, ഒരു 30 കൊല്ലം മുമ്പ്. അതുകൊണ്ടാണ് ഇതെടുത്ത് ചോദിച്ചത്. നേരത്തെ ലിസ്റ്റ് കൊടുത്തിട്ടാണ് അവരെ മേടിച്ചത്. അത് നന്നായി, അത് വളരെ നന്നായി. വേസ്റ്റ് മാനേജ്മെൻറ്റും അതുമാതിരി തന്നെ കളക്ഷനും. ഇപ്പോൾ ഒരു പ്ലാന്റാണ് ഉള്ളത് പഞ്ചായത്തിൽ? ഇപ്പോൾ ഒരു പ്ലാന്റ് ഉണ്ട്. എത്ര കപ്പാസിറ്റി ഉണ്ട്? 1 ടൺ. അത്രയ്ക്കുള്ള ഇതേ ഉള്ളൂ അല്ലേ? അത്രയ്ക്കേ ഉള്ളൂ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ശേഖരിക്കുന്നില്ല. 30 വേസ്റ്റ് ബിന്നുകൾ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെച്ചിട്ടുണ്ട്. അവിടുന്ന് പോയി കളക്ട് ചെയ്യുന്നേ ഉള്ളൂ. ഈ ഇതിന് പ്ലാന്റിനെ ഉൾക്കൊള്ളാൻ ശേഷിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ മാലിന്യം ശേഖരിക്കുന്നില്ല. വീട്ടിൽ അവിടെ തന്നെ സംസ്കരിക്കാനുള്ള പ്രവർത്തനം നടത്തുകയാണ്. കുറെ കൂടി വികേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ കമ്മ്യൂണിറ്റി ബയോഗ്യാസ് പ്ലാന്റ്. ഇതാരാ നടത്തുന്നത്? നടത്തിക്കൊണ്ടുപോകുന്ന പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. നേരിട്ട് തന്നെയാണ്? നേരിട്ട് തന്നെയാണ്, അല്ലാതെ വേറെ സൊസൈറ്റി സംവിധാനമൊന്നുമില്ല. അതില്ല. എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നതിൽ? 8 പേര് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നു. 8 പേര് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതും നല്ലൊരു കാര്യമാണ്. IRTC ആയിട്ടൊക്കെ ബന്ധമുണ്ട് അല്ലേ? അവരുടെ സാങ്കേതിക എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു. അതെ, എനിക്ക് അതിലുള്ള ഒരു ചെറിയ വിഷമം, ബന്ധമുള്ളത് കൊണ്ടല്ല വിഷമം, പക്ഷെ പുകയില്ലാത്ത അടുപ്പുകൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ടെന്നുണ്ട്, പക്ഷെ എത്ര എണ്ണം ഉള്ളതൊന്നും പറഞ്ഞിട്ടില്ല. അതിൽ കൃത്യമായിട്ട് കണക്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ 1000-ലധികം അടുപ്പുകൾ എന്തായാലും ഉണ്ടാകും. സ്കൂളുകളിലെങ്കിലും ഉണ്ടോ? സ്കൂളുകളിൽ അടുപ്പുണ്ട്, സ്കൂളുകളിലുണ്ട്, അംഗനവാടികളിലുണ്ട്. ഒരു 1000-ലധികം അടുപ്പുകളുണ്ട്. പക്ഷെ കൃത്യമായ കണക്ക് പഞ്ചായത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞില്ല. കൃത്യമായി കണക്കില്ലാത്ത അതിന് പഞ്ചായത്തിന് എന്തെങ്കിലും അതിന് വകുപ്പുണ്ടോ? അതായത് ഈ സാധാരണ പണ്ടത്തെ അടുപ്പ് ഉപയോഗിക്കുന്ന വീടുകളിൽ പുകയില്ലാത്ത അടുപ്പുകൾ വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെ സഹായിക്കാനോ ഉള്ള വല്ല പദ്ധതികൾ ഉണ്ടോ? വളരെ വ്യാപകമായ ക്യാമ്പയിന് പുകയില്ലാത്ത അടുപ്പ്
ഉണ്ടാക്കുന്നതിന് വേണ്ടി IRTCയുടെ സഹായത്തോടുകൂടി തന്നെ നടത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ IAY വീടുകൾ കൊടുക്കുമ്പോൾ, പഞ്ചായത്ത് വീടുകൾ കൊടുക്കുമ്പോൾ അവിടെയെല്ലാം നിർബന്ധമായും ഈ പുകയില്ലാത്ത അടുപ്പ് നിർബന്ധമായും ഉണ്ടാകണം എന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. അത് ഉണ്ടെങ്കിലേ ഈ അടുപ്പ് കെട്ടാനുള്ള കാശ് കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ പൈസ അതിൽ നിന്ന് കട്ടി. പുകയില്ലാത്ത അടുപ്പ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അടുപ്പിനുള്ള പൈസ കുറച്ചിട്ടേ തരുള്ളൂ എന്ന് പറയുന്നതുകൊണ്ട് അത് ഉണ്ടാക്കുന്നുണ്ട്. കുറേ ആദിവാസി കുടുംബങ്ങളുണ്ടല്ലോ, അവിടെ അവരുടെ വികസന പ്രവർത്തനങ്ങളിലുള്ള പങ്കാളിത്തം എങ്ങനെയാണ്? ഊരുകൂട്ടങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ടോ? അവിടെ ആകെ 26 കുടുംബങ്ങളാണ് ആദിവാസികളായിട്ടുള്ളത്. അവരുടെ പ്രത്യേക ഊരുകൂട്ടങ്ങൾ ചേരാറുണ്ട്. അവരുടെ പാർപ്പിട പ്രശ്നങ്ങൾക്ക് പുറമായി പരിഹാരം കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ കോളനിയിൽ പ്രത്യേകം നമ്മൾ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. കുടിവെള്ളത്തിന്റെ അവരുടെ എല്ലാ പ്രദേശത്തെയും കുടിവെള്ളം എത്തിയിട്ടുണ്ട്. ഈ ആദിവാസി കോളനിയിൽ ഉൾപ്പെടെ കുടിവെള്ളം പൈപ്പ് വഴി തന്നെ നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. വൈദ്യുതിയും എല്ലായിടത്തും വൈദ്യുതി. മറ്റൊന്ന് എനിക്കറിയാനുള്ളത്, ഈ ആദ്യ ബാംബു പാർക്ക് എന്ന് പറഞ്ഞല്ലോ, അത് എങ്ങനെയാണ്? ശരിക്കും വെറും ഒരു കാഴ്ചക്കൊരു പാർക്ക് എന്നുള്ളതാണോ, അതോ ഉൽപാദനത്തിന്റെ എന്തെങ്കിലും സംഭവങ്ങൾ അതിലുണ്ടോ? എഡിബിൾ സ്പീഷീസുകൾ അടക്കം ഉള്ള 20 ബാംബു സ്പീഷീസാണ് അവിടെ വരാൻ പോകുന്നത്. നാഷണൽ ബാംബു മിഷന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊജക്റ്റിലാണ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടമേ ആയിട്ടുള്ളൂ. ഈ പറമുള എന്ന് പറയുന്ന വലിയ തരത്തിലുള്ള മുള അടക്കമുള്ള 20ഓളം ഇനങ്ങളാണ്. അല്ല സാറേ, അതൊരു വല്ലാത്തൊരു ഇതാണ്. കാര്യം 25 ഏക്കറോളം ഭൂമി ഈ കൽപ്പാത്തി പുഴയുടെ ചേർത്ത് കിടക്കുന്ന ഭൂമി, അത് ആൾക്കാരുടെ കയ്യിലിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനെ ഞങ്ങളുടെ റവന്യൂവിൻ്റെ സ്റ്റാഫിൻ്റെ സഹകരണത്തോടു കൂടി പഞ്ചായത്തിൻ്റെ നേരിട്ട് ഇടപെടലിൻ്റെ ഭാഗമായി യാതൊരു പ്രശ്നവുമില്ലാതെ ആൾക്കാർ ഒഴിഞ്ഞു പോവുകയും അത് ഇപ്പോൾ ഒരു പൊതുഭൂമിയായിട്ട് നിൽക്കുകയാണ്. ആ പൊതുഭൂമിയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് 20 സ്പീഷീസുകളുടെ ഒരു വലിയ പാർക്ക് ഉണ്ടാവുക. അതോടൊപ്പം തന്നെ അതിൻ്റെ ഇപ്പോഴും ഇടവിള കൃഷി എന്നുള്ളതിൽ പൊതുഭൂമി കോമൺസ് സാധാരണക്കാരൻ്റേതാണ് എന്നുള്ള കൺസെപ്റ്റിൽ ഇപ്പോൾ സാധാരണക്കാരായ ആൾക്കാർ അവിടെ പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ള കൃഷികൾ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. പുഴയോരത്തെ കയ്യേറ്റം ഒഴിപ്പിച്ച് ഭൂമി വീണ്ടെടുക്കുകയും അതിൽ മുള വെച്ച് പിടിപ്പിക്കുകയും ചെയ്തത് വളരെ സ്തുത്യർഹമായ സംഗതിയാണ്, മാതൃകയാണ്. മറ്റ് പഞ്ചായത്തുകൾക്ക് മാത്രമല്ല, സംസ്ഥാനത്തിനും. എനിക്ക് അകത്തേത്തറയിലൊരു വളരെ നല്ല കാര്യമായിട്ട് തോന്നിയത് NREGS-ഉം ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയും മറ്റ് പ്രവർത്തനങ്ങളുമായിട്ടുള്ള ഏകോപനമാണ്. പ്രത്യേകിച്ച് ഈ മരം നടുന്നതിൽ അത് എങ്ങനെയാണത് ചെയ്തതെന്നൊന്ന് വിശദീകരിക്കാമോ? ഞങ്ങൾ ഈ വനവൽക്കരണത്തിന് വേണ്ടി ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ വാർഡിലും വാർഡ് കമ്മിറ്റികളുണ്ട്. ആദ്യം പഞ്ചായത്തിൽ എക്കോ റെസ്റ്റോറേഷൻ കമ്മിറ്റി ഉണ്ടാക്കി, അതിൻ്റെ കീഴിൽ വാർഡ് തല കമ്മിറ്റി ഉണ്ടാക്കി, വാർഡ് തല കമ്മിറ്റി കീഴിൽ അയൽക്കൂട്ടങ്ങൾ ഉണ്ടാക്കി, പിന്നെ റെസിഡൻസ് കോളനികളുടെ പ്രത്യേക യോഗങ്ങൾ കൂടി. എന്നിട്ട് അവർക്കെല്ലാം കിലയുടെ സഹായത്തോടു കൂടി പ്രത്യേക ഫോറം അച്ചടിച്ചു കൊടുത്തു. ഞങ്ങളിങ്ങനെ വനവൽക്കരണ പരിപാടി ആലോചിക്കുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ വൃക്ഷങ്ങളുടെ പേര് തരാൻ വേണ്ടി പറഞ്ഞ് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ ഫോറങ്ങൾ മുഴുവൻ സ്കൂൾ വഴി കൊടുത്തു, കോളേജുകൾ വഴി കൊടുത്തു. എന്നിട്ട് അവരെല്ലാം ഞങ്ങൾക്ക് ഇന്ന വൃക്ഷങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു തന്നു. ആ തന്ന വൃക്ഷങ്ങളാണ് പിന്നീട് ജൂൺ 5 ആകുമ്പോഴേക്കും അവർക്ക് എത്തിച്ചു കൊടുത്തത്. അപ്പോൾ ഒരു വലിയ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തി. NREs പ്രവർത്തകർക്ക് തന്നെ എല്ലാ 15 ദിവസങ്ങൾ കൂടുമ്പോഴും അതിൻ്റെ ADS-മാരെ വിളിച്ച് ഈ വനം ചെടി സംരക്ഷിക്കുക, ചെടി വെച്ചു പോയാൽ പോരാ, അത് സംരക്ഷിക്കണം എന്ന രീതിയിൽ നിരന്തരമായ മോണിറ്ററിംഗ് നടത്തിയിട്ടാണ് ഇപ്പോൾ സംരക്ഷിച്ചു വരുന്നത്. എനിക്ക് ആ ഭാഗമാണ് അറിയേണ്ടത്. ഈ നട്ട ചെടികൾക്ക് നനയ്ക്കുന്നതും അതിൻ്റെ സംരക്ഷണവും അതും NREGS തന്നെയാണ് മറ്റിട്ട് നമ്മൾ സംരക്ഷണം നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ 1 ലക്ഷത്തോളം തൈകൾ നട്ടതിൽ എത്ര എണ്ണം ഇപ്പോൾ? ഏതാണ്ട് 90% നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഞങ്ങൾക്ക് കുറിച്ച് അവരുടെ ഹരിതകേരളം പദ്ധതിയിലാണ് തന്നത്. അവർ വന്ന് ഇൻസ്പെക്ഷൻ നടത്തി ഞങ്ങൾക്കൊരു പ്രത്യേക അവാർഡ് തന്നെ അവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് തന്നു. അതിജീവിച്ചു. 90% എന്നുള്ളത് വളരെ നല്ല അതിജീവനമാണ്. ഈ ഫലവൃക്ഷങ്ങൾ നട്ടെന്ന് പറഞ്ഞു, അത് പബ്ലിക് റോഡ്സിലും ഫലവൃക്ഷങ്ങൾ നടുന്നുണ്ടോ? മാവും പബ്ലിക് റോഡ്സിലുണ്ട്. ഉണ്ട്. അന്നേരം ഇതിന്റെ ഓണർഷിപ്പ് ആരായിരിക്കും? എന്തെങ്കിലും ഇത് ഫലം കായ്ക്കുമല്ലോ, അന്നേരം അതിന്റെ ഓണർഷിപ്പ് ആർക്കായിരിക്കും? ഈ വെള്ളം ഒഴിച്ച സ്ത്രീകൾക്കോ ആർക്കെങ്കിലും ഇതിനോ? ഓണർഷിപ്പ് പഞ്ചായത്തിൽ തന്നെയാണ്. അപ്പോൾ ഇവർക്കും എല്ലാം നമ്മൾ തൊഴിലുറപ്പിൽ കൂലി കൊടുത്തുകൊണ്ട് ചെയ്യാണ്. ഓണർഷിപ്പ് പഞ്ചായത്തിനകത്താണ്. അതിൽ കായ്കൾ വരുമ്പോൾ വൃക്ഷത്തിന്റെ ചില മിത്രങ്ങൾക്ക് എന്തോ പറയണമെന്നുണ്ടെന്ന്. ഓണർഷിപ്പ് അങ്ങനെ വരുമ്പോൾ സമൂഹം തന്നെയല്ലേ വരിക? സമൂഹം തന്നെയാണ്. പിന്നെ അത് നട്ടു വളർത്തുന്നതും അത് പരിപാലിക്കുന്നത് സ്ത്രീകളായത് കൊണ്ട് തന്നെ
ഒരു കാര്യം സ്ത്രീകൾ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും കുടുംബം അംഗീകരിക്കും, അപ്പോൾ അത് സമൂഹം അംഗീകരിക്കും, അങ്ങനെയാണ്. അപ്പോൾ ഇത് പരിപാലിക്കുന്നതും നട്ടുവളർത്തുന്നതും സമൂഹം സ്ത്രീകളായതുകൊണ്ട് തന്നെ അത് ആ സമൂഹത്തിന് തന്നെ ഏറെ പ്രോത്സാഹജനകമാണ്. നമ്മുടെ അകത്തേത്തറ പഞ്ചായത്ത്